നമസ്കാരം, ഞാൻ ഡോക്ടർ അജിത് കുമാർ, തിരുവനന്തപുരം SP ഫോർട്ട് ഹോസ്പിറ്റലിലെ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റെയും ഡയബറ്റിക് ഫുഡ് കെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി എന്താണെന്നും അത് ഏതൊക്കെ രോഗാവസ്ഥകളിൽ നമുക്ക് നൽകാമെന്നുള്ളതാണ്. ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഒരു പ്രത്യേകം തയ്യാർ ചെയ്ത ചേംബറിൽ ഉയർന്ന അന്തരീക്ഷ മർദ്ദത്തിൽ രോഗിയെ നമ്മൾ ഇരുത്തിയിട്ട് ഒരു മാസ്കിൻ്റെ സഹായത്തോടു കൂടി 100% ഓക്സിജൻ അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിലേക്ക് നൽകി ശരീരത്തിലെ ഓക്സിജൻ്റെ പ്രവാഹം വർദ്ധിപ്പിക്കുകയും അതിലൂടെ കോശങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന ചികിത്സാ രീതിയാണ്. പ്രധാനമായിട്ടും ഉണങ്ങാത്ത മുറിവുകൾ, അതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ കോശങ്ങളുടെ ഭാഗത്ത് ഓക്സിജൻ്റെ കുറവാണ്. നമ്മളതിന് ഹൈപ്പോക്സിയ എന്ന് പറയും. അതുകൊണ്ടാണ് ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ ഉണങ്ങാത്ത മുറിവുകൾക്കുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പ്രമേഹം മൂലം പാദങ്ങളിൽ വരുന്ന മുറിവുകൾ, കൂടാതെ വെരിക്കോസ് അൾസർ മൂലമുണ്ടാകുന്ന മുറിവുകൾ, പിന്നെ രോഗികളിൽ റേഡിയേഷൻ ചികിത്സയ്ക്ക് ശേഷം താടിയലിൻ്റെ ഭാഗത്തും കവിളിൻ്റെ ഭാഗത്തും കാണുന്ന മുറിവുകൾ. ഈ അവസ്ഥകളിലാണ് ഉണങ്ങാത്ത മുറിവുകൾ കൂടുതലായിട്ടും നമ്മുടെ നാട്ടിൽ കാണുന്നത്. ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി നമുക്ക് വളരെ ഫലപ്രദമായി രോഗികളിൽ ഉപയോഗിക്കാൻ പറ്റും. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഏകദേശം 4000-ലധികം രോഗികളിൽ തിരുവനന്തപുരം SP ഫോർട്ട് ഹോസ്പിറ്റലിൽ നമ്മൾ ഈ ചികിത്സ ഫലപ്രദമായി വിനിയോഗിച്ചിട്ടുണ്ട്. പാർശ്വഫലം വളരെ കുറഞ്ഞ ഒരു ചികിത്സാ രീതിയാണ് ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി. നന്ദി, നമസ്കാരം.